ഹായ് ഓൾ, വെൽക്കം ടു ലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് ആണ്. അതായത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ഈ ടോപ്പിക്കിൻ്റെ ഒരു ആഫ്റ്ററായിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഭയങ്കര സിമ്പിളാണ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. അതായത് അതിൻ്റെ അകത്ത് റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു കാര്യം നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമും കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ കടന്നു പോകുമ്പോൾ ഒന്നെങ്കിൽ അവർ പറയും അവിടെ ഒരു മാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു തൂണോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം ആ ഒരു തൂണിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, അതായത് ലെങ്ത് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിന് എത്ര ടൈം എടുക്കുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പം ഇത്ര ടൈം എടുക്കും, അപ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ട്രെയിനാണ് വിചാരിച്ചോ, ഇതെന്താണ്? നമ്മുടെ ട്രെയിനാണ്. ഇതാണ് ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നത്. ഇത് പറഞ്ഞ ഒരു പോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ലെങ്ത് ഇല്ലാത്ത ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെയിൻ പോകുന്നത് യു വെലോസിറ്റിയോ അല്ലെങ്കിൽ സ്പീഡിലോ ആണ്. അങ്ങനെ ആണെച്ചാൽ ഈ ഒരു സാധനത്തിനെ കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് അറിയാം? സ്പീഡ് അറിയാം. നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് എന്താണ്? എത്ര ഡിസ്റ്റൻസ് ആ ട്രെയിൻ കവർ ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാവും. കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളോട് സിമ്പിളായി ചെയ്യേണ്ടത്, നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ടാവും, പിന്നെ ട്രെയിനിൽ ലെങ്ത്തും തന്നിട്ടുണ്ടാവും. ആ ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും ഒരു ലെങ്ത് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ ആണെച്ചാൽ നമുക്കുള്ള ടൈം എന്തായിരിക്കും? സിമ്പിൾ ടൈം എന്താണ്? ആ ഒരു ലെങ്ത് ബൈ എന്തായിരിക്കും? സ്പീഡായിരിക്കും. സിമ്പിളാണ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ലെങ്ത് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനാണ്. ഒരു ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെന്തായിരിക്കും? ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തിനെ കൂടി എന്ത് കവർ ചെയ്യേണ്ടി വരും? ട്രെയിൻ കവർ ചെയ്യേണ്ടി വരും. ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ട്രെയിനാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും വൈക്കോളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതിൻ്റെത് ബി ആണ്, ഇതിൻ്റെത് ലെങ്ത് എൽ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഇതിൻ്റെ വെലോസിറ്റി യു ആണെങ്കിൽ ഇത് ടോട്ടലി കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വരച്ചതിന് അതൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഡോട്ട് വേണ്ട. ഓക്കെ, സ്റ്റാർട്ടിങ് ആണ്, ജസ്റ്റ് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ കവർ ചെയ്യാൻ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ട്രെയിനിൻ്റെ ടോട്ടൽ ലെങ്ത്തും കവർ ചെയ്യണം, പ്ലസ് എന്തും കവർ ചെയ്യേണ്ടി വരും, ഇതും കവർ ചെയ്യണം. കാരണം ട്രെയിനിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഈ ഒരു പോർഷൻ ഇവിടെ എത്തുമ്പോൾ അല്ലേ നമ്മൾ ഫുൾ കവർ ചെയ്തെന്ന് പറയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കവർ ചെയ്യേണ്ടി വരും? എല്ലും ബിയും. ആ ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? എൽ പ്ലസ് ബി ആയിരിക്കും. ബൈ സ്പീഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ആ ടൈം കിട്ടും. ഇതെല്ലാം കേട്ടോ. ഓക്കെ, അതായത് സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം. ജസ്റ്റ് ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. ലെങ്ത്ത് ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യാനുള്ള ടൈം എത്രയാണോ അതായിരിക്കും ആ ഒബ്ജക്റ്റിനെ കവർ ചെയ്യാനുള്ള ടൈം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഏതായിരിക്കും? ആ ലെങ്ത്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത്ത് ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഇതിലേക്ക് നോക്കാം. ഇതിൻ്റെ അത് എന്താണ്? അതായത് രണ്ട് ട്രെയിന് ഒന്നെങ്കിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ ആണെച്ചാൽ രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഒന്നിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഒന്നിനെ ക്രോസ് ചെയ്യാനുള്ള ടൈം എത്രയാണെന്നാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്താക്കണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ടൈം കിട്ടാൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് ഓൾറെഡി കിട്ടി. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്താണ്? രണ്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഇതൊരു ട്രെയിനാണ്, ഇത് വേറൊരു ട്രെയിനാണ്. രണ്ടാളും പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വിചാരിച്ചോളൂ. ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടുമാണ്. അപ്പം ഓക്കെ, ഇങ്ങനെയാണ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യും, ഈ ട്രെയിൻ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്താലാണ് ഒന്നിനെ ക്രോസ് ചെയ്തെന്ന് പറയാം. അതായത് ഈ ട്രെയിനിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യണ്ടേ, എന്നാലല്ല നമ്മൾ അതിനെ ക്രോസ് ചെയ്തെന്ന് പറയുള്ളൂ. ഓവർടേക്കിൻ്റെ കേസിന് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ട്രെയിനിൻ്റെ ലെങ്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ടോട്ടൽ ട്രെയിൻ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് വേറെ രീതിക്കും പറയാം.
റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ നമ്മൾ റെസ്റ്റിൽ വെക്കുന്നു, എന്നിട്ട് ആ വെലോസിറ്റി മറ്റേലൊക്കെ ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് നമ്മൾ റെസ്റ്റിൽ വെച്ചു, എന്നിട്ട് ആ വെലോസിറ്റി നമ്മൾ എന്താക്കി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ലെങ്ത്തുള്ള ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം. അപ്പം ഇതിവിടെ ഈ ട്രെയിൻ കവർ ചെയ്യേണ്ട എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും? ഇതിൻ്റെ ലെങ്ത്ത് പ്ലസ് ഈ ഒരു ലെങ്ത് കൊണ്ട് കവർ ചെയ്യണമല്ലോ. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, രണ്ട് ട്രെയിൻ പോകുന്നു, രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ രണ്ട് ട്രെയിനിൽ ലെങ്ത് കൂടി ആഡ് ചെയ്യാം, റിലേറ്റീവ് വെലോസിറ്റി അടിയിൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നോട് ചോദിച്ചത് 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ. ഓക്കെ, അത് സ്പീഡ് എത്രയാണ്? 30 km/h ആണ്. അങ്ങനെ വെച്ചാൽ ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു പാസ് എ മാൻ. അതായത് ഒരു മാനിനെ പാസ് ചെയ്യാൻ അതെടുക്കുന്ന ടൈം. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത് ബൈ എന്ത് ചെയ്താൽ മതി, സ്പീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഇത് തന്നത് km/h, ഇത് തന്നത് മീറ്ററിലാണ്. അപ്പം നമുക്ക് എന്താണോ ഓപ്ഷൻസ് തന്നത് ആ രീതിയിൽ ആ ഒരു യൂണിറ്റിലേക്ക് ഏതെങ്കിലും ഒന്നിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഈ km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാം. എന്താ ചെയ്യേണ്ടത്? 30 × 5/80 ചെയ്താൽ മതി. ഇതാണെന്ത്, നമ്മളെ സ്പീഡ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? ടൈം അല്ല. അപ്പോൾ ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 100/30 × 5/80. ഇതായിരിക്കും എന്താണ് നമ്മളെ ടൈം റിക്വയർഡ് ടു ആ മാനിനെ പാസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അത് പാസ് ചെയ്യുന്നത് ലെങ്ത് ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെ അല്ല, ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റിനാണ്. എന്താ തന്നത്? പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ലെങ്ത് കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടാൽ മതി, ടൈം കണ്ടാൽ മതി, ഒരു ലെങ്ത് പാസ് ചെയ്യാനുള്ള. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നത്? സ്പീഡ് km/h, മറ്റേത് മീറ്ററിലാണ്. അപ്പോൾ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5/80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്താ നെക്സ്റ്റ് എന്താ ടോട്ടൽ ലെങ്ത് ആയിരിക്കും. എല്ലാണെന്ന് വെച്ചാൽ ആ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് എന്തായിരിക്കും? ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കാണേണ്ടത്? ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ടൈം എന്താണ്? ടൈം ഈക്വൽ ടു ലെങ്ത്, അതായത് ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡാണ്. ഇതായിരിക്കും എന്ത്, ഇതായിരിക്കും എന്ത് നമ്മളെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കോൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ. അതായത് 220 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ട്രെയിന് 59 km/h ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ വാട്ട് ടൈം ഇറ്റ് വിൽ പാസ് എ മാൻ ഹു ഈസ് റണ്ണിങ്. അതായത് ഒരു മാൻ ഉണ്ട്, അയാൾ 7 km/h ഓടുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ട്രെയിൻ പോകുന്ന ഡയറക്ഷനിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അയാൾ റൺ ചെയ്യുന്നത്. അങ്ങനെ ആണെച്ചാൽ അയാളെ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും, അയാൾ ആ ട്രെയിൻ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റും ട്രെയിനിൻ്റെ കോൺസെപ്റ്റും ഇത് ഇവിടെ വന്നത്. അതായത് ഒരു ട്രെയിൻ, ആ ട്രെയിന് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ബട്ട് ഒരാൾ ഇപ്പോഴത്തെ ഒരാളാണ് വെച്ചോ, ആൾ ഈ ഒരു ഡയറക്ഷനിൽ ഓടുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ സ്പീഡ് എന്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം? കൂടുന്നത് പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എടുത്ത് നോക്കാം. എത്ര വരിക? റിലേറ്റീവ് ട്രെയിന് പ്ലസ് എന്താണ് മെന്നാണ്, എത്ര വരും? 66 വരും. 66 km/h ആയിരിക്കും ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് എന്താ കാണേണ്ടത്? എത്ര ടൈം എടുക്കുന്ന ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്, അല്ലെങ്കിൽ വെലോസിറ്റിയാണ്. ഓക്കെ, ഇപ്പം എന്താണ് 66 km/h ആണ് എന്തുള്ളത്? നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി ഉള്ളത് km/h ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? മീറ്ററാണ്. അപ്പോൾ ഇതിനെ km/h മാറ്റണ്ടേ? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 66 ×
5/80. സോറി, അടിയിലാണ് വരേണ്ടത്. ഇപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും വരിക? 220 ആണ് വരിക. 220 ഇത് കിലോമീറ്റർ പെർ അവറിലാണല്ലോ, അതിനെ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? 66 × 5/80 ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? നമ്മുടെ ടൈം, ആ ഒരു മെന്നെ ക്രോസ് ചെയ്യാൻ ട്രെയിൻ എടുക്കുന്ന ടൈം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റാണ്. കാരണം രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് മൂവ് ചെയ്യുന്നത്? മാൻ മൂവ് ചെയ്യുന്നത്. അപ്പം എന്താ നമുക്ക് ഫീൽ ചെയ്യാം? ലൈക്ക് സ്പീഡ് കൂടുന്നത് പോലെ ഫീൽ ചെയ്യുമല്ലോ മാൻ്റെ. അപ്പം നമ്മളവിടെ എടുക്കേണ്ട റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? രണ്ടും കൂടി ഏഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ റിലേറ്റീവ് വെലോസിറ്റി കിട്ടി. നെക്സ്റ്റ് വേണ്ടത് എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചെയ്തത് ട്രെയിനിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇവിടെ നമ്മൾ 5/80 എടുക്കാൻ കാരണം ഇവിടെ ലെങ്ത് തന്നത് മീറ്ററിലും റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് കിട്ടിയത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ ഈ കിലോമീറ്റർ പെർ അവർ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ട്രെയിൻ, അതായത് 240ഉം 220ഉം മീറ്റർ ലെങ്ത്തുള്ള 2 ട്രെയിനുകൾ പാരലൈൻ കൂടെ റണ്ണിങ് ടുവേർഡ്സ് ഈച്ച്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റണ്ണിങ് ടുവേർഡ്സ് ഈച്ച് അതർ. മീൻസ് ഇതൊരു ട്രെയിൻ ആണെങ്കിൽ ഇത് അടുത്ത ട്രെയിൻ ആയിരിക്കും. രണ്ടാളും അടുത്തേക്കാണ് പോകുന്നത്. മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമല്ലോ. ഓക്കെ, ഓൺ ദ റേറ്റ് ഓഫ് 60 km/h 48 km/h. അപ്പം അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് ചോദിച്ചത്. ഇപ്പോൾ അവിടെ എന്ത് വന്നു? റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് വന്നു, 2 ലെങ്ത്തും വന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കാണേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി കാണണം. ഇത് എന്ത് ഡയറക്ഷനിലാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഏഡ് ചെയ്യണം. ഓക്കെ, അപ്പം റിലേറ്റീവ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? അറുപത് പ്ലസ് എന്താണ്? 48. അപ്പോൾ എത്ര വരിക? 108 km/h വരിക. നോക്കണം, km/h ആണ്. ഒരു ഡിസ്റ്റൻസ് വന്നത് എത്രയാണ്? മീറ്ററിലാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ കവർ ചെയ്യാൻ ഡിസ്റ്റൻസ് എന്തായിരിക്കും? രണ്ടും ട്രെയിനിൻ്റെയും കൂടി ലെങ്ത് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് എല്ലാക്കി എടുത്താൽ അത് ഈക്വൽ ടു എന്തായിരിക്കും? 240 പ്ലസ് 270 ആയിരിക്കും. ഓക്കെ, ഇതെത്ര വരിക? ഇത് 510 മീറ്റർ വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചോദിച്ചത്? ടൈമാണ് ചോദിച്ചത്. ടൈം എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? മീൻസ് ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും? 510 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്താ? 108 km/h ആണ്. പിന്നെയും പറയാം, അതിനെന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അത് എത്ര വരിക? 5/18. ഇത് ചെയ്താൽ എന്ത് കിട്ടും? 2 ട്രെയിനും ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കിട്ടും. മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് 2 ട്രെയിൻ ഉണ്ട്. 2 ട്രെയിനും പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? രണ്ടും കൂടി ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ സ്പീഡ് കൂടുന്നത് പോലെ ഫീൽ ചെയ്യുമല്ലോ. അപ്പം 2 വെലോസിറ്റിയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇത് ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര നോക്കണം. അപ്പോൾ എന്തായിരിക്കും? 2 ട്രെയിനിൻ്റെയും കൂടി എന്തായിരിക്കും? ലെങ്ത് ആഡ് ചെയ്തതായിരിക്കും ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.